ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കാല കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. മതി മതി, ഒന്ന് തൊണ്ട നനച്ചാ മതി. എന്തുവാടി? എന്റെ ഇച്ചായ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത്? ഉണ്ണിയാർച്ച എന്തായാലും അവരുടെ വീട്ടില് വേലക്കാരി വേണമെന്നുള്ള കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. സത്യപാലൻ സാറുണ്ടോ സമ്മതിക്കും? അപ്പൊ അവരുടെ കാര്യത്തിലൊരു തീരുമാനവും. ആലിസ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടാടി? അവർ രണ്ടുപേരും നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്റെ കുടുംബത്തിൽ കയറി കുത്തിത്തിരുമ്പുണ്ടാക്കിയിട്ട് വന്ന് സന്തോഷിക്കുന്നുണ്ടല്ലേ? എന്തുവാടി? എന്തിനാന്നോ? ഇച്ചായൻ എന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല. ഇപ്പൊ ഉപദേശിക്കാൻ വരുന്നു. അതിനെന്താ കാരണം? അവരോടുള്ള സഹതാപം. ഇത് തന്നെയാണ് അവരെന്നോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. മോളെ, ഇതൊക്കെ നിന്റെ ഭാവനയാ. എനിക്ക് ഇച്ചിരി ഭാവന കൂടുതലാ. ഭാവന മൂത്ത് അവസാനം അത് ഭ്രാന്താവും. കണ്ട അവരെ പറ്റി പറഞ്ഞപ്പോ ഇപ്പൊ ഞാൻ ഭ്രാന്തിയായല്ലേ? നിർത്ത്. ഞാൻ വിട്ട് മോളെ, ഞാൻ വിട്ടു. ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട, വിട്ടേരെ. ചേട്ടൻ എഴുന്നേറ്റ്. ചേട്ടൻ ഡ്രസ്സൊക്കെ മാറിയാ? എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണ്ടേ? നീ ഏത് നേരം സിറ്റൗട്ടിലല്ലേ? ഒരു ഷർട്ട് എഴുതി വെച്ച്. ചാരു ചോദിച്ചു. ചാരു? ആ, നിന്നോട് പറയാനാ പറഞ്ഞത്. പക്ഷെ അവള് തന്നെ പോയി തേച്ചു. ഒരു ദോഷം പറയാതെ നല്ല വൃത്തിയായിട്ട് തേച്ചു. ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. നോക്കിയേ, ഒരൊറ്റ ചുളു പോലും ഇല്ല. നീ തേച്ചാ ഇത്രയും പെർഫെക്ഷൻ വരത്തില്ല. ഇനി അവള് തേച്ചാ മതി. ഞാൻ ചായ എടുക്കാം. ചായ എടുക്കണ്ട. ചാരു വന്നായിരുന്നു. കുടിച്ചോ? എപ്പാ? നീ പുറത്തായിരുന്നപ്പം ചാരു എനിക്ക് ചായ ഇട്ട് തന്നു. എന്നാ ചായ അടി? പാലും വെള്ളവും ഒക്കെ കറക്റ്റ് മിക്സ്. തേയില എന്റെ പരുവത്തിനുള്ള കടുപ്പം. പിന്നെ ഏലക്ക എങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. നല്ല അരോമയായിരുന്നു. അവളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം കേട്ടോ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ചാരു എടുക്കാന്ന് പറഞ്ഞു. ചപ്പാത്തി ചിക്കൻ കറിയോ അല്ലേ? അവളുണ്ടാക്കിയതാ? അവളല്ല ഉണ്ടാക്കിയത്, ഞാനാ. ആണോ? എന്നാ നീ ഇനി ഉണ്ടാക്കണ്ട. എടി, എന്തായാലും നമ്മൾ പൈസ കൊടുക്കുന്നു. ചായയുടെ ഒരു ജഡ്ജ്മെന്റ് വെച്ച് ഞാൻ പറയാം, നല്ല കൈപ്പുണ്യം ഉണ്ടാവും. അവൾ ഉണ്ടാക്കട്ടെ തന്നെ. നമ്മൾ എന്തായാലും കാശ് കൊടുക്കല്ലേ? നീ എന്തിനാ ജോലി ചെയ്യുന്നത്? എന്തത്? സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞ? അല്ല, സാറ് ചോദിച്ചു. സാർ അങ്ങനെ പലതും ചോദിക്കും. പക്ഷെ അതൊന്നും ചാരും അനുസരിക്കാൻ നിൽക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ കൊടുത്തോളാം. കേട്ടല്ലോ? ഞാൻ ബാ, ഇരുന്ന് കഴിക്കും. ചാരുവിടെ? അവൾ അടുക്കളയിലുണ്ട്. നീ എന്തിനാണ് ഇതിനൊക്കെ ബുദ്ധിമുട്ടുന്നേ? ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ ഇല്ല. വന്നിരുന്ന് കഴിക്കുക. കഴിക്കാം. പിന്നെ ഇച്ചായ, ഈ വീട് വൃത്തിയാക്കലും മുറ്റമടിക്കലൊക്കെ ചാരു ചെയ്തോട്ടെ. ഇനി വേണമെങ്കിൽ അടുക്കള കയറി പാചകവും ചെയ്തോട്ടെ. പക്ഷെ അതൊക്കെ എടുത്തു തരുന്നത് ഞാനായിരിക്കും. പിന്നെ ഷർട്ടൊക്കെ ഞാൻ തേച്ചാലേ ശരിയാവത്തുള്ളൂ. അതിലൊന്നും അവളെ അങ്ങ് ഇടപെടുത്തണ്ട. വേണ്ട, അത് ശരിയാവൂല. ശരി.